ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ സ്പ്രെഡുകളിൽ തന്നെ ആദ്യം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിക്ക് ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് അവർ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ 3 ഓഫ് വാൻഡ്സ് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് 2 ഓഫ് വാൻഡ്സ് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവർ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുകയാണ്. മേ ബി നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ അബ്രോഡ് ആയിരിക്കാം, വിദേശത്തായിരിക്കാം. നിങ്ങളിൽ നിന്നും ഒരു ലോങ് ഡിസ്റ്റൻസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഇല്ലായ്മയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്രയും ദൂരെ ആയിരിക്കാം ഈ പേഴ്സൺ ഉള്ളത്. ഓക്കെ, അപ്പം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ 3 ഓഫ് സോർട്സ് എന്ന കാർഡ് കിട്ടിയത് കൊണ്ട് അവർ വളരെയധികം ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം. അവർ തമ്മിൽ ഫൈറ്റിംഗ് ആയിട്ടുണ്ടാകാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണോ അത് നിങ്ങളുടെ പേഴ്സണ് നല്ലൊരു തിരിച്ചടി കൊടുത്തതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. സോ അത് കാരണം തന്നെയാണ് ഇവിടെ ചേഞ്ച് വന്നിട്ടുള്ളത്. അവെയർനെസ് എന്ന കാർഡും ചേഞ്ച് എന്ന കാർഡും ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് മെച്യൂരിറ്റി എന്ന കാർഡും, അതായത് അവർക്ക് ഉണ്ടായിരുന്ന പല സ്വഭാവങ്ങളും പല ക്യാരക്ടറും ഇപ്പം മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനൊരു മാറ്റം സംഭവിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ആ തേർഡ് പാർട്ടി കാരണം ഇവർ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. ഇവർക്ക് ബോധം വന്നു, അതിനുശേഷം അവർക്ക് ബോധം വന്നു. അതാണ് അവെയർനെസ് എന്ന കാർഡ് കാണിച്ചു തരുന്നത്. അവർക്കൊരു ബോധം ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പഴയ കാര്യങ്ങളെല്ലാം ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവരുടെ തോട്ട്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെടുത്തോട്ടുള്ള സ്നേഹമാണ് കാണുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി എന്നൊരു സംഭവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ അത് എൻഡ് ആയിട്ടാണ് കാണുന്നത്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണെ വല്ലാതെ വേദനിപ്പിച്ചതായിട്ടും അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ കൊടുത്തതുമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്തുള്ള പല കാര്യങ്ങളും റിയലൈസ് ചെയ്തിട്ടുണ്ട്. ആ റിയലൈസ് ചെയ്തതിലൂടെ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങളടുത്ത് സ്നേഹം തോന്നുന്ന മൊമെൻറ്റ്സ് ആണ്. താഴെ ലവ് എന്ന കാർഡ് വന്നിട്ടുണ്ട്, അബൻഡൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴത്തെ അവരുടെ ചേഞ്ച് ആണ്. ഓക്കെ, തേർഡ് പാർട്ടി വന്ന സമയത്ത് നിങ്ങളുമായിട്ടൊരു കമ്പയറിംഗ് ഒക്കെ അവർ ചെയ്തതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു കമ്പാരിസൺ തന്നെ അബദ്ധമായതാണ്, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ചോയ്സ് തെറ്റായിരുന്നു എന്നുള്ളത് ആ പേഴ്സൺ ഇപ്പം നല്ല രീതിക്ക് തന്നെ അറിയാം. ആ ഒരു ചേഞ്ച് അവർക്ക് വന്നിട്ടുണ്ട്. ആ ഒരു മെച്യൂരിറ്റി, എവിടെയായിരുന്നു നിൽക്കേണ്ടത് എന്നുള്ളൊരു മെച്യൂരിറ്റി അവർക്ക് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ചിട്ട് തോട്ട് ചെയ്യുന്നത്? സ്നേഹമാണ്. ഇപ്പം ഒരുപാട് സ്നേഹമാണ്. അബൻഡൻസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് തരാതിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. ഓക്കെ, അത് മേ ബി ഒരു സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണോ അവർക്ക് സന്തോഷിപ്പിക്കാൻ കഴിയാതിരുന്നത് ആ ഒരു സന്തോഷം തരാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പം. ഓക്കെ, തേർഡ് പാർട്ടി വന്ന സമയത്തെല്ലാം നിങ്ങളെ ഒരുപാട് അവർ കുത്തി പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകാം. നിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റുന്നത് എത്രത്തോളം ആണോ അത്രയും അവർ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. സോ ഇപ്പം അവരതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം തിരുത്തി നിങ്ങൾക്ക് തരാതിരുന്നത് എന്താണോ, നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ, നിങ്ങൾ ചോദിച്ചത് എന്താണോ അത് തരാൻ അവർ ആഗ്രഹിക്കുകയാണ്. സോ ആ ഒരു പ്രസൻസ് ആണ് ഇപ്പം അവർ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത്, എങ്ങനെ എടുക്കാം, എങ്ങനെ കൊടുക്കാം എന്നുള്ളത്. ഓക്കെ, താഴെ വെച്ചതിൽ ഏറ്റവും ഫസ്റ്റത്തെ കാർഡ് ക്യൂൺ ഓഫ് സോർട്സ് എന്ന കാർഡ് ഇവിടെ കാണിച്ചു തരുന്നത് പോലും ഒരു പാർട്ട്ണറെ കാണിച്ചു തരികയാണ്. അവർ പ്ലാൻ ചെയ്യുകയാണ്. ഓക്കെ, അതിൻ്റെ തൊട്ടുപുറത്ത് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, അബൻഡൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ്സ് എല്ലാം തന്നെ അവരുടെ പ്ലാനിങ്ങിനെ കാണിച്ചു തരുന്നതാണ്. ഹാരോഫൻ കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ തന്നെയുള്ള
ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. ഓക്കെ. അപ്പം ഇവിടെ മെയിൻലി അവരുടെ തോട്ട്സിനകത്ത് നിങ്ങളുടെ പ്രസൻസും അതുപോലെ നിങ്ങൾക്ക് അവർ തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമാണ് കാണുന്നത്. അതിനെ അവർ എഴുതി വെക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. ആലോചിക്കുകയാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ കൊടുക്കേണ്ടത്, ഞാൻ എവിടെയാണ് തെറ്റ് ചെയ്തത്, ഞാൻ എവിടെയൊക്കെയായിരുന്നു എൻ്റെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നത് എന്നുള്ള രീതിയിൽ അവരൊരു ചാർട്ട് തയ്യാറാക്കുന്നത് പോലെയാണ്. ഓക്കെ. അപ്പം നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ കുറച്ച് ദിവസം വീഡിയോസ് ഇങ്ങനെയായിരിക്കും ഷഫിൾ ചെയ്യുന്നത്, കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. സോ ഫോൺ ചെറിയ പണിയായതുകൊണ്ടാണ്. ഉടനെ തന്നെ അത് പരിഹരിക്കുന്നതാണ് കേട്ടോ.